Hello everyone, welcome to G-Pod. എല്ലാവർക്കും മക്കളെ G-Podന്റെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നമ്മുടെ പബ്ലിക് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. ഹിസ്റ്ററിയുടെ പബ്ലിക് എക്സാമിന് ഇങ്ങനെ വരലുകൊണ്ട് 8 ദിവസങ്ങളുള്ളൂ. ആ പബ്ലിക് എക്സാമിന് 100% ഉറപ്പായി ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. മാപ്പ് മാർക്കിംഗ് കേട്ടോ. മാപ്പ് അഥവാ ഭൂപടം നിന്നിട്ട് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറയും, രേഖപ്പെടുത്താൻ പറയും. അപ്പോൾ മാപ്പ് മാർക്കിങ്ങിൽ നിന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചോദിക്കുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ +2 ഹിസ്റ്ററി എഴുതുന്ന എല്ലാ കുട്ടികൾക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. മാപ്പ് മാർക്കിംഗ് എങ്ങനെ ചെയ്യാം, എന്തൊക്കെയാണ് മാപ്പിൽ ചോദിക്കുക എന്നുള്ള കാര്യം അവർക്ക് കൃത്യവും വ്യക്തവുമായിട്ട് അവർക്ക് അറിയണം. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എന്നിട്ട് അവരോട് ഈ വീഡിയോ കാണാൻ പറയുക. കാരണം അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ +2 ഹിസ്റ്ററിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാൻ ബാക്കിയുണ്ട്, ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ, 2 തരത്തിലുള്ള മാപ്പുകൾ എക്സാമിൽ ചോദിക്കുക. അതായത് രണ്ടും കൂടി ചോദിക്കുന്നില്ല, ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ ആൻഷ്യൻ ഇന്ത്യയുടെ മാപ്പ് ചോദിക്കും. പുരാതന ഇന്ത്യയുടെ മാപ്പ് ചോദിച്ചിട്ട് അതിൽ പല സ്ഥലങ്ങളും രേഖപ്പെടുത്താൻ പറയും. അത് ചാപ്റ്റർ 1 എന്ന് ചോദിക്കാം, ചാപ്റ്റർ 4 എന്ന് ചോദിക്കാം. അതേപോലെ തന്നെ ചാപ്റ്റർ 1-4 എന്നാണ് പ്രധാനമായിട്ടും ആൻഷ്യൻ ഇന്ത്യ, പുരാതന ഇന്ത്യയിൽ ചോദിക്കുക. പിന്നെ മോഡേൺ ഇന്ത്യ, ആധുനിക ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കും. അപ്പം രണ്ടും കൂടി മിക്സ് ചെയ്ത് ചോദിക്കില്ല. ഒന്നെങ്കിൽ ആൻഷ്യൻ ഇന്ത്യ, പുരാതന ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യ, ആധുനിക ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ പഠിച്ചു വെച്ചോ. ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചുള്ള ചാപ്റ്ററിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ ഒരു മാപ്പ് തരാണെങ്കിൽ, നിങ്ങൾക്ക് ആൻഷ്യൻ ഇന്ത്യയുടെ മാപ്പ് തരാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് മാർക്ക് ചെയ്യാണ്ടാവുക കേട്ടോ. അതിൽ ഒന്നാമത്തത് ഏതാണ്? ഹാരപ്പയാണ്. ശ്രദ്ധിച്ചോ, ഒന്നാമത്തത് ഏതാണ്? ഹാരപ്പയാട്ടോ. ഇതാണ് എന്ത്? ഹാരപ്പ. രണ്ടാമത്തെ ഏതാടാ? ബനാവലിയാണ് കേട്ടോ. ഏതാ ബനാവലി? ഇതാണ് എന്ത്? ബനാവലി. മൂന്നാമത്തെ ഏതാടാ? മോഹൻജദാരോ ഉണ്ട്. മൂന്നാമത്തെ ഏതാണ്? മോഹൻജദാരോ. ഇതാണ് എന്ത്? മോഹൻജദാരോ. നാലാമത്തെ എന്താടാ? കാലിബംഗനാണ്. ഇതാണ് എന്ത്? കാലിബംഗൻ. അഞ്ചാമത്തെ ഏതാടാ? ധോലാബിറയാണല്ലേ. ഇവിടെയാണ് ആര് വരുന്നത്? ധോലാബിറ വരുന്നത്. അപ്പോൾ ഈ സ്ഥലങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം, മനസ്സിലാക്കി വെക്കണം. കാരണം നിങ്ങൾക്ക് ആൻഷ്യൻ ഇന്ത്യയുടെ മാപ്പ് തന്നിട്ട് എന്ത് ചെയ്യും, ഈ സ്ഥലങ്ങൾ മാർക്ക് ചെയ്യാൻ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ 4 മാർക്കാണ് മാപ്പിന് കളയരുത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട്, മോട്ടിവേഷൻ വേണം, സ്റ്റഡി ടിപ്പ് വേണമെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കട്ടോ. nafi.edupod. ഇതെന്താണ്? എജുപോഡിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലാണ്. nafi.edupodiലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം. എന്തെങ്കിലും മോട്ടിവേഷൻ വേണമെങ്കിൽ, സ്റ്റഡി ടിപ്പ് വേണമെങ്കിലൊക്കെ നിങ്ങൾ nafi.edupodiലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ബുദ്ധനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത് സിറ്റി ഇൻ വിച്ച് ബുദ്ധ ബോൺ. ബുദ്ധൻ ജനിച്ച സ്ഥലം ഏതാടാ? നേപ്പാളിലെ ലുംബിനിയാണ്. ഇവിടെയാണ് ലുംബിനി വരുന്നത്. രണ്ടാമത് മഗധയുടെ സെക്കൻഡ് ക്യാപിറ്റൽ ആയിട്ടുള്ള പാടലിപുത്രയാണല്ലേ. ഏതാണ് മഗധയുടെ സെക്കൻഡ് ക്യാപിറ്റൽ ആയിട്ട് പാടലിപുത്ര സ്ഥാനം? ഇവിടെയാണ് പാടലിപുത്ര വരുന്നത്. മൂന്നാമത്തെ എന്താണ്? സാഞ്ചിയാണ്. സുൽത്താൻ ജഹനാര ബീഗം സ്തൂപം പ്രിസർവ് ചെയ്ത സ്ഥലം സാഞ്ചി. ആ സാഞ്ചി എവിടെ വരുന്നത്? ഇവിടെയാണ് ആര് വരുന്നത്? സാഞ്ചി വരുന്നത് അല്ലേ. അടുത്തത് അശോകന്റെ പ്രധാനപ്പെട്ട ഗുജറാത്തിലെ റോക്കറ്റിക്സ് കാണുന്ന സ്ഥലം ഗിർണർ. ഇവിടെയാണ് എന്ത് വരുന്നത്? ഗിർണർ വരുന്നത്. അടുത്തത് സന്നദ്ധിയാണല്ലോ. അതായത് സദേൺ മോസ്റ്റില് അശോകന്റെ റോക്കറ്റിക്സ് കാണുന്ന സ്ഥലമാണ് ഇത് സന്നദ്ധി. സന്നദ്ധിയുടെ സ്ഥാനം എവിടെ വരുന്നത്? ഇവിടെയാണ്. അടുത്തത് അമരാവതിയിലെ മറ്റൊരു സ്തൂപം കാണുന്നത്, അതായത് വാൾട്ടർ എലീറ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരെ സ്കൾപ്ചേഴ്സ് കൊണ്ടുപോയിട്ടുള്ള സ്ഥലമാണ് ഇത് അമരാവതി. ഇവിടെയാണ് എന്ത് വരുന്നത്? അമരാവതിയുടെ സ്ഥാനം കേട്ടോ. ഈ ലൊക്കേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അടുത്തത് ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. അതായത് ബുദ്ധ ബോൺ, ബുദ്ധൻ ജനിച്ച സ്ഥലം, ബുദ്ധൻ ആദ്യമായിട്ട് ബുദ്ധൻ നിബ്ബനായ സ്ഥലം, ബുദ്ധൻ ആദ്യമായിട്ട് പ്രസംഗിച്ച സ്ഥലം, ബുദ്ധന് ബോധോദയം ലഭിച്ച സ്ഥലങ്ങളിൽ ഈ 4 സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ ശ്രദ്ധിച്ചോ, ഒന്നാമത് ബുദ്ധൻ ജനിച്ച സ്ഥലം ഏതാടാ? ലുംബിനിയാണ്. രണ്ടാമത് ബുദ്ധൻ നിബ്ബനായ സ്ഥലം ഏതാണ്? കുശിനഗരയാണ്. ബുദ്ധൻ ആദ്യമായിട്ട് പ്രസംഗിച്ച സ്ഥലം ഏതാടാ? ഷാരാനാഥ്. അത് ഇവിടെയായിട്ട് വരുന്നത്. അടുത്തത് ബുദ്ധൻ എന്ത് ചെയ്യാണ്, എൻലൈറ്റ്മെന്റ്, ബോധോദയം കിട്ടിയ സ്ഥലം എവിടെയാണ്? ഇവിടെയാണ് ബോധ്ഗയ. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ആൻഷ്യൻ ഇന്ത്യയിൽ നിങ്ങളോട് മാപ്പിൽ മാർക്ക് ചെയ്യാൻ ചോദിച്ചേക്കാം. അപ്പോൾ ആൻഷ്യൻ ഇന്ത്യയുടെ മാപ്പ് തന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് എന്ത് ചെയ്യും, മാപ്പിൽ മാർക്ക് ചെയ്യാൻ ചോദിക്കും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മഹാജനപദാസുണ്ട്. പക്ഷേ ഇത് അങ്ങനെ കൂടെ എക്സാമിന് ചോദിക്കില്ല. പക്ഷേ ഇത് നിങ്ങൾ മഗധയുടെ പൊസിഷൻ ഒന്ന് മനസ്സിലാക്കി. ഇവിടെയാണ് ആര് വരുന്നത്? മഗധ വരുന്നത്. മഗധയുടെ സ്ഥാനം മനസ്സിലാക്കി വെക്കാം. ഇനി നിങ്ങൾ മോഡേൺ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യാൻ ചാൻസ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് കിട്ടും. അപ്പോൾ രാജ്മഹൽ കുന്നുകൾ, ഇവിടെയാണ് ആര് വരുന്നത്? രാജ്മഹൽ കുന്നുകളുടെ സ്ഥാനം. ഇനി ബംഗാൾ എന്നുള്ള സ്റ്റേറ്റ് ഓർത്ത് വെക്കുക. ഇത് മൊത്തത്തിൽ എന്താണ്? ബംഗാളാണ് കേട്ടോ, ഓർത്ത് വെച്ചോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുംബൈയിലെ ഇതാണ് എന്ത്? മുംബൈയുടെ പൊസിഷൻ ഇവിടെ ആട്ടോ, നമ്മുടെ മഹാരാഷ്ട്രയിലെ മുംബൈ. ഇവിടെയാണ് ആര് വരുന്നത്? ചെന്നൈ. അപ്പോൾ ഈ സ്ഥലങ്ങൾ ഓർത്ത് വെക്കണം. രാജ്മഹൽ, ബംഗാൾ, മുംബൈ, ചെന്നൈ. പിന്നെ മാപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇമ്പീരിയൽ ക്യാപിറ്റൽ ഓഫ് വിജയനഗരവുമായിട്ട് ബന്ധപ്പെട്ട ഈ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെയാണ് ആര് വരുന്നത്? തഞ്ചാവൂർ. ഈ 1 മാർക്ക് ചെയ്താണ് എന്ത്? തഞ്ചാവൂർ. ഈ 2 മാർക്ക് ചെയ്താണ് എന്ത്? മൈസൂർ. ഈ 3 മാർക്ക് ചെയ്താണ് എന്ത്? മധുരൈ. 4 മാർക്ക് ചെയ്താണ് എന്ത്? കാഞ്ചീപുരം. ശ്രദ്ധിക്കുക, 4 മാർക്ക് ചെയ്താ കാഞ്ചീപുരമാണ്. 5 മാർക്ക്
ചെയ്താണ് എന്ത് വിജയനഗര, 6 എന്ന് മാർക്ക് ചെയ്താണ് ഇത് ഗോൽക്കണ്ട, 7 എന്ന് മാർക്ക് ചെയ്തതാണ് ഇത് ബിദാപൂര്, 8 എന്ന് മാർക്ക് ചെയ്താണ് ഇത് 7 ബിദാറാണ്, 8 ഏതാണ് ബീജാപൂരാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം മാപ്പിൽ മാർക്ക് ചെയ്യാൻ ചോദിച്ചേക്കാം. അപ്പോൾ ഈ ഒരു സ്ഥാനം നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം. അടുത്തത് ഇതാണ് കൂടുതൽ ചാൻസ്, നിങ്ങളുടെ പബ്ലിക് എക്സാമിന് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ സ്ഥലങ്ങളാണ്. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാറുണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെയാണ് എന്ത് വരുന്നത് മീററ്റ്. ഈ 1 എന്ന് മാർക്ക് ചെയ്ത് എന്താണ് മീററ്റ് ആണ്, ഈ 2 എന്ന് മാർക്ക് ചെയ്ത് എന്താണ് ഡൽഹിയാണ്, ഈ 3 എന്ന് മാർക്ക് ചെയ്ത് എന്താണ് ലക്നൗ ആണ്, 4 എന്ന് മാർക്ക് ചെയ്ത് എന്താണ് കാൻപൂരാണ്, 5 എന്ന് മാർക്ക് ചെയ്തത് ഔധാണ്, 6 എന്ന് മാർക്ക് ചെയ്തതാണ് ഝാൻസി ആട്ടോ. അപ്പോൾ ഈ സ്ഥലങ്ങൾ ഓർത്ത് വെക്കണം. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിലെ ഇന്ത്യൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ജാലിയൻ വാലാബാഗ് നടന്ന അമൃത്സർ ശ്രദ്ധിക്കണം. ഇവിടെയാണ് എന്ത് നടന്നത് ജാലിയൻ വാലാബാഗ് നടന്ന അമൃത്സർ ഉള്ളത്. അതേപോലെ അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് നടന്ന അഹമ്മദാബാദ് ഇവിടെയാണ്. അതേപോലെ തന്നെ ഇനി ചൗരി ചൗര ഇൻസിഡന്റ് ഇല്ല നമുക്കറിയാം, ചൗരി ചൗര ഇൻസിഡന്റ് നടന്നത് ഇവിടെയാണ്. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത ചമ്പാരൻ സ്ട്രൈക്കുള്ള നടന്ന സമരം ചമ്പാരൻ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെയാണ്. അതേപോലെ ഡൻഡി മാർച്ചിലെ ഡൻഡി ഇവിടെയാണ്. പിന്നെ അതേപോലെ തന്നെ ബർദോലി എവിടെയുള്ളത് ഇവിടെ ആട്ടോ. അപ്പോൾ ഈ സ്ഥലങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം. ഇതൊന്നും എക്സാമിന് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഇതിൽ ഏതെങ്കിലും ഒന്ന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളാണ് മക്കളെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് മാപ്പ് മാർക്കിങ്ങിൽ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഓർത്ത് വെക്കുക, ഈ ഭാഗങ്ങളൊക്കെ നോക്കി വെക്കുക, കറക്റ്റായിട്ട് മാപ്പിൽ മാർക്ക് നിങ്ങൾ സ്റ്റേറ്റ് ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഒരു എക്സാം എടുക്കുകയാണെങ്കിൽ അമൃത്സർ ഏത് സ്റ്റേറ്റിലാണ്, പഞ്ചാബിലാണ്, അഹമ്മദാബാദ് ഏത് സ്റ്റേറ്റിലാണ്, ഗുജറാത്തിലാണ്, ചൗരി ചൗര ഏത് സ്റ്റേറ്റിലാണ്, ഉത്തർപ്രദേശിലാണ്, ചമ്പാരൻ ഏത് സ്റ്റേറ്റിലാണ്, ബീഹാറിലാണ്, ഡൻഡിയും ബർദോലും ഏത് സ്റ്റേറ്റിലാണ്, ഗുജറാത്തിലാണ് അല്ലേ. അതേപോലെ തന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഡൽഹി ഒഴികെ ബാക്കി എല്ലാം എവിടെയാണ് ഉത്തർപ്രദേശാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റേറ്റ് വെച്ചിട്ട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആട്ടോ. അപ്പോൾ ഈ മാപ്പ് മാർക്കിംഗ് പഠിച്ചു വെക്കണം. എക്സാമിന് എന്ത് ചെയ്യും 4 മാർക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായി പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് +2 ഹിസ്റ്ററി എക്സാം ഈസി ആയിരിക്കും. നമ്മുടെ ലൈവുകൾ കറക്റ്റായിട്ട് കാണുക, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യുക. നന്നായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ തേടി ഒരു ബെസ്റ്റ് റിസൾട്ട് തന്നെ വരും. ഉഷാറായി പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. എല്ലാവർക്കും എക്സാം ഈസി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്.